വിചിത്ര, ഇന്നത്തെ കാലത്ത് കുട്ടികളിൽ പലതരത്തിലുള്ള വൈകല്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഒരു വിഭാഗം കുട്ടികൾ പ്രീ ടൈമായിട്ട് ജനിക്കുന്നുണ്ട്. ഇനി ടേമായിട്ട് ജനിക്കുന്ന കുട്ടികളിലാണെങ്കിലും പലതരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ്, പണ്ട് കാലത്തിനേക്കാളും ഒത്തിരി കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് നമ്മൾ കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് കുട്ടികളിൽ കാണിക്കുമ്പോൾ ഇന്നത്തെ ജനറേഷൻ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഡെവലപ്മെൻറ്റ് തെറാപ്പി ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആക്ച്വലി വാട്ട് ഈസ് ഡെവലപ്മെൻറ്റ് തെറാപ്പി? എത്തരത്തിലാണത് ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റ് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുവരാൻ സഹായകമാകുന്നതെന്നൊന്ന് പറയാമോ? കുട്ടികൾ സ്വതവേ കളിച്ചും ചിരിച്ചും മറ്റുള്ളവരെ അനുകരിച്ചുമാണ് വളരുന്നത്. അപ്പം പ്രകൃതിയുമായി ഇടപഴകുന്നതിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സമ്പർക്കം പുലർത്തുന്നതിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ വളർച്ചാ ഘട്ടത്തിൽ തന്നെ അത് ബാധിക്കാം. അപ്പം ഇത്തരമൊരു അവസരത്തിലാണ് ഡെവലപ്മെൻറ്റ് തെറാപ്പിയുടെ സേവനം ആവശ്യമായി വരുന്നത്. ഡെവലപ്മെൻറ്റ് തെറാപ്പി മാതാപിതാക്കൾക്ക് കുട്ടികൾക്ക് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റ് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ പീഡിയാട്രിഷ്യൻ ഒരു കുഞ്ഞിൻ്റെ ഡെവലപ്മെൻ്റൽ ഡിലേ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഡെവലപ്മെൻ്റൽ അസസ്മെൻറ്റ് ടൂളിലൂടെ അത് കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ നടത്തി കുഞ്ഞിന് ആവശ്യമാകുന്ന തെറാപ്പി, ഓരോ പ്രായത്തിലുമുള്ള കുട്ടികൾക്ക് എന്ത് തെറാപ്പിയാണ് ആവശ്യം എന്നുള്ളത് ഒരു ഡെവലപ്മെൻ്റൽ പീഡിയാട്രിഷ്യൻ അത് ഇവാലുവേഷൻ നടത്തി അത് കുഞ്ഞിന് ആവശ്യമാകുന്ന തെറാപ്പി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഡെവലപ്മെൻറ്റ് തെറാപ്പിയിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഡെവലപ്മെൻറ്റ് തെറാപ്പി എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ വിചിത്ര പറഞ്ഞതുപോലെ ഡെവലപ്മെൻറ്റ് ഡിലേയിൽ ഉള്ള കുട്ടികൾക്കാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് തെറാപ്പി ഉപയോഗിക്കുന്നത്. അതെ. നമുക്കപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ഡിലേ, എൻ്റെ കുട്ടിക്ക് ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടെന്നുള്ളത് ഹൗ ക്യാൻ വി അസസ് ദ സെയിം? എങ്ങനെയാണ് എന്താണ് ഈ ഡെവലപ്മെൻറ്റ് ഡിലേ എന്ന് ഉദ്ദേശിക്കുന്നത്? ഡെവലപ്മെൻ്റൽ ഡിലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി പ്രതീക്ഷിക്കുന്ന സമയത്ത് ഒരു നിർദ്ദിഷ്ട ആക്ടിവിറ്റി ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ. അതായത് ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ ഓരോ പ്രായത്തിൽ ഓരോ കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ കാലതാമസം വരുന്നതിനെയാണ് നമ്മൾ ഡെവലപ്മെൻ്റൽ ഡിലേ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ 2 മാസമാകുമ്പം കുട്ടി മുഖത്ത് നോക്കി ചിരിക്കുക, 4 മാസമാകുമ്പം കഴുത്തുറയ്ക്കുക, 8 മാസമാകുമ്പോൾ 8 തൊട്ട് 9 മാസമാകുമ്പം കുഞ്ഞ് തനി എണ്ണിട്ടിരിക്കുക, 1 വയസ്സാകുമ്പോൾ നിൽക്കുക. ഇതാണ് കുഞ്ഞിൻ്റെ വളർച്ചയിലുള്ള നാഴികക്കല്ലുകൾ അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് എന്ന് പറയും. ഈ ഒരു ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസ് കുഞ്ഞ് ഈ പറഞ്ഞ പീരീഡിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ചെയ്യാൻ കാലതാമസം വരുമ്പോഴാണ് നമ്മളതിനെ ഡെവലപ്മെൻ്റൽ ഡിലേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കുട്ടി ഒരമ്മ നമ്മളോട് ചോദിക്കാറുണ്ട്, എൻ്റെ കുട്ടിക്ക് ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടോ എന്ന്. ചിലപ്പോൾ ആ അമ്മയ്ക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ചിലപ്പോൾ കുഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കുന്നില്ല, ചിലപ്പോൾ 6 മാസമായിട്ടും കുഞ്ഞിന് കഴുത്തുറയ്ക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ അമ്മ കാണുകയാണെങ്കിൽ അവരുടെ സ്പെഷ്യലിസ്റ്റിനെ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കൂടുതലും ഡെവലപ്മെൻ്റൽ പീഡിയാട്രിഷ്യനെയാണ് കൂടുതലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അസസ് ചെയ്യാനായിട്ട് അമ്മമാർ അല്ലെങ്കിൽ പാരൻസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു ഡെവലപ്മെൻ്റൽ പീഡിയാട്രിഷ്യൻ്റെ സഹായത്തോടു കൂടെ നമുക്ക് കുഞ്ഞിന് എന്തെങ്കിലും ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഡെവലപ്മെൻ്റൽ ഡിലേ കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ഡിലേ നമ്മൾ കാണുന്നത് ഒരു 4 ഡൊമെയിനിലാണ്, 4 കാറ്റഗറി എന്നുണ്ടെങ്കിൽ പറയാം. അതായത് കുഞ്ഞിൻ്റെ മോട്ടോ ഡെവലപ്മെൻറ്റ്, കുഞ്ഞിൻ്റെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്, കുഞ്ഞിൻ്റെ വിഷ്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ അഡാപ്റ്റീവ് സ്കിൽസ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ 4 ഏരിയകളിലും കുഞ്ഞിന് എന്തെങ്കിലും ഡെവലപ്മെൻ്റൽ ഡിലേ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഡെവലപ്മെൻ്റൽ ടൂൾ ഉപയോഗിച്ച് അത് അസസ്മെൻറ്റ് ചെയ്ത് കുഞ്ഞിനെ നമുക്ക് ഡെവലപ്മെൻറ്റ് തെറാപ്പിയിലൂടെ നമുക്ക് കുഞ്ഞിനെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് ഡിലേ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 3 മാസമൊക്കെ ആകുമ്പോൾ കുട്ടികളെ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു തുടങ്ങും. അപ്പോൾ
നേരത്തെ വിചിത്ര പറഞ്ഞതുപോലെ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺ എന്ന് അതിനെ പറയാം. പറ്റുമോ ഞാൻ ചോദിക്കുവാണ്, പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 3 മാസമാകുന്ന കുട്ടിയുടെ ചിരിക്കുക എന്നുള്ള ഒരു മൈൽ സ്റ്റോൺ ആണ് 3 മാസമാകുമ്പോൾ ചിരിക്കുക എന്നുള്ളത്. അപ്പം അതാണോ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു കുട്ടിക്ക് ഓരോ പീരീഡിലും ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഉണ്ടോ? ആ മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണോ നമ്മൾ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഓക്കെ, അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്രായത്തിലും കുഞ്ഞുങ്ങൾ ഓരോ പ്രായത്തിലും അച്ചീവ് ചെയ്യേണ്ട ചില ഗോൾസ് ഉണ്ട്. അപ്പോൾ അത് ആ ഒരു പ്രായത്തിൽ ഇപ്പോൾ ചിഞ്ഞ് ചോദിച്ചതുപോലെ തന്നെ 3 മാസം ആകുമ്പോൾ കുഞ്ഞ് മുഖത്ത് നോക്കി ചിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞു, ഒരു 4 മാസമായിട്ടും കുഞ്ഞ് മുഖത്ത് നോക്കുന്നില്ല, ചിരിക്കുന്നില്ല, എങ്ങനെ ഒരവസ്ഥ വീട്ടിൽ കാണുകയാണെങ്കിൽ ആ സമയത്ത് അമ്മയ്ക്ക് കുഞ്ഞിനെ ഒരു ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെയോ അടുത്ത് കൊണ്ടുപോയി കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമ്മൾ സംസാരിച്ചതുപോലെ എല്ലാ തരത്തിലുള്ള കുട്ടികളിലും ഈ ഡെവലപ്മെൻറ്റ് ഡിലേയും ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസിലുള്ള പ്രശ്നങ്ങളും ഒക്കെ കാണിക്കാറുണ്ട്. ചില കുട്ടികളിൽ ഇതിനുള്ള സാധ്യതയുണ്ടെന്ന് ഡോക്ടേഴ്സ് നേരത്തെ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഫോർ പ്രീ ടൈം ബേബീസിനൊക്കെ. സോ അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാറ്റഗറി അറ്റ് റിസ്ക് ബേബീസ് എന്നുള്ള കാറ്റഗറി ഉണ്ടോ? നമ്മൾ എത്തരത്തിലുള്ള കുട്ടികളാണ് അറ്റ് റിസ്ക് ബേബീസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാറുള്ളത് സാധാരണ രീതിയിൽ? അതെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ദിവസം തോറും അറ്റ് റിസ്ക് ബേബീസിൻ്റെ അനുപാതം കൂടി വരികയാണ്. അപ്പോൾ ചിഞ്ചു ചോദിച്ചതുപോലെ തന്നെ അറ്റ് റിസ്ക് ബേബീസിനെ കുറിച്ചുള്ള ഒരു അറിവ് മാതാപിതാക്കൾക്ക് ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കാരണം എല്ലാ മേഖലകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കുട്ടികളെയാണ് നമ്മൾ അറ്റ് റിസ്ക് ബേബീസ് എന്ന് പറയുന്നത്. അമ്മയുടെ പ്രായം അത് 16 താഴെയും അല്ലെങ്കിൽ 40 മുകളിലും ആകുകയാണെങ്കിൽ അമ്മയ്ക്ക് BP-യോ അല്ലെങ്കിൽ പ്രമേഹമോ അതുപോലെ ഡെലിവറി സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഫോർസെപ്സ് ഡെലിവറിയോ അതുപോലെ അങ്ങനെയുള്ള ജനന സമയത്തുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കുഞ്ഞ് മരണപ്പെട്ടു പോകാം, കുഞ്ഞിന് മുന്നേ ഉണ്ടാക്കുന്ന കുട്ടികൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാരണങ്ങളൊക്കെ കൊണ്ടും ഒരു കുട്ടി അറ്റ് റിസ്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചോദിച്ചതുപോലെ തന്നെ അറ്റ് റിസ്ക് ബേബീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രീ ടേം ബേബീസ്, ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, വെരി ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, ഇങ്ങനെയുള്ള കുട്ടികൾക്കാണ് കൂടുതലും അറ്റ് റിസ്ക് ആകാനുള്ള സാധ്യതകൾ കൂടുതൽ. പ്രീ ടേം ബേബീസ് എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ കുട്ടി 40 ആഴ്ചയാകുമ്പോൾ ജനിക്കും. എന്നാൽ 37 ആഴ്ചയിൽ ജനിക്കുന്ന കുഞ്ഞിനെയാണ് നമ്മൾ പ്രീ ടേം ബേബീസ് എന്ന് പറയുന്നത്. ഇവർ മാസം തികയാതെയാണ് ഇവർ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവർക്ക് ശ്വസിക്കാനും അവർക്ക് അവർക്ക് സോളോയിങ്, സക്കിങ് റിഫ്ലെക്സ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പിന്തുണ വളരെ ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ അറ്റ് റിസ്ക് എന്ന് പറയാം. അതുപോലെ ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, വെരി ലോ ബർത്ത് വെയ്റ്റ് ബേബീസ്, 1.5 കിലോയിൽ 1 കിലോയിൽ ഇങ്ങനെ താഴെയുള്ള കുട്ടികൾക്കും അവർക്ക് വെയിറ്റ് കൂട്ടാനും അവർക്ക് രോഗങ്ങളെ ചേർത്ത് നിർത്താനുമുള്ള കഴിവ് വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്കും അറ്റ് റിസ്ക് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ ജനന സമയത്ത് ചിലപ്പോൾ ഓക്സിജൻ്റെ അഭാവം മൂലം മസ്തിഷ്കത്തിലുണ്ടാകുന്ന ക്ഷതം, പിന്നെ അതുപോലെ അന്ധത, ബധിരത, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഓട്ടിസം, സെറിബ്രൽ പാൾസി, ഇങ്ങനെയുള്ള കുട്ടികൾക്കും അറ്റ് റിസ്ക് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് കഴിവതും ഇങ്ങനെയുള്ള, അതായത് ഞാൻ പറഞ്ഞ പോലെ പ്രീ ടേം ബേബീസ്, വെരി ലോ ബർത്ത് വെയ്റ്റ് ബേബീസ് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റ് നമ്മൾ എടുക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും. കാരണം അവരുടെ വളർച്ചാ കാലഘട്ടത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ ഡെവലപ്മെൻറ്റൽ അസസ്മെൻറ്റിലൂടെ സാധ്യമാകുന്നതാണ്.